രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ. ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 10 ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച പൊതുപണിമുടക്കിൽ 30 കോടി തൊഴിലാളികൾ പങ്കെടുക്കുമെന്ന് തൊഴിലാളി സംഘടനകൾ അറിയിച്ചു. ഈ പണിമുടക്കിനെ നമ്മൾ കാണുന്നത്, ഈ വർഷം നമ്മൾ ഏകദേശം കാണുന്നത് ഒരു 40 കോടിയോളം കർഷകരും തൊഴിലാളികളും കൃത്യമായി പണിമുടക്കും എന്നുള്ള സൂചനകളാണ് നമുക്കുള്ളത്. ഈ 12-ാം തീയതിയിലത്തെ പണിമുടക്കിന് സമ്പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വാഹനങ്ങൾ നമ്മൾ തടയുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികൾ, അങ്ങനെ പല വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വലിയ രീതിയിലുള്ള 10 ട്രേഡ് യൂണിയനുകളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ പൊതുപണിമുടക്കിൽ നിന്ന് അവശ്യ സർവീസുകളെ ഒഴിവാക്കുന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ളൊരു അക്ഷരാർത്ഥത്തിൽ അത് ഹർത്താലിലേക്ക് പോകും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ വരുന്നത്. പറയൂ. സ്മിത, കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച തൊഴിൽ കോഡുകൾ അവ പിൻവലിക്കണം എന്ന പ്രധാന ആവശ്യം മുൻനിർത്തിയാണ് രാജ്യത്തെ 10 ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി ഇത്തരത്തിൽ ഒരു പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ പണിമുടക്കിൽ BMS ഒഴികെയുള്ള രാജ്യത്തെ മറ്റ് എല്ലാ ട്രേഡ് യൂണിയനുകളും ഭാഗമാകുന്നുണ്ട്. 30 കോടിയോളം തൊഴിലാളികൾ ഈ പൊതുപണിമുടക്കിന്റെ ഭാഗമായി നാളെ പണിമുടക്കും എന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ഈ പൊതുപണിമുടക്കിന് രാജ്യത്തെ 500 കർഷക സംഘടനകളുടെ പിന്തുണയുള്ള, അല്ലെങ്കിൽ അവരുടെ സംയുക്ത കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ചയും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഇന്ത്യ-US വ്യാപാര കരാർ അടക്കമുള്ള പുതിയ പശ്ചാത്തലത്തിൽ കർഷക തൊഴിലാളി സംഘടനകളും ഈ പൊതുപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ വിവിധ മേഖലകൾ ഈ പൊതുപണിമുടക്കിൽ സ്തംഭിക്കും എന്ന് തന്നെയാണ് നിലവിൽ കണക്കാക്കുന്നത്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ബാങ്കിംഗ് മേഖല, സർവീസ് മേഖല, ഇൻഷുറൻസ് മേഖല, രാജ്യത്തെ റെയിൽവേ തൊഴിലാളികൾ അടക്കമുള്ളവർ പണിമുടക്കിന്റെ ഭാഗമാകും എന്നാണ് തൊഴിലാളി സംഘടനകൾ അവകാശപ്പെടുന്നത്. അവശ്യ സർവീസുകളെ ഈ പൊതുപണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും മോട്ടോർ ടാക്സി തൊഴിലാളികൾ അടക്കമുള്ളവർ ഈ പൊതുപണിമുടക്കിന്റെ ഭാഗമാകുകയാണെങ്കിൽ രാജ്യം നിശ്ചലമാകുന്ന, പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ നിശ്ചലമാകുന്ന സാഹചര്യം ഉണ്ടാകും. പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുപണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിലും തൊഴിലാളി സംഘടനകൾ ഈ പൊതുപണിമുടക്കിൽ നിന്നും പിന്മാറണമെന്ന ആഹ്വാനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അതിനപ്പുറത്തേക്ക് ചർച്ചകളിൽ അനുഭാവപൂർവമായ യാതൊരു തരത്തിലുള്ള സമീപനവും ഇല്ലാതെ നോട്ടീസ് നൽകിയിട്ടും ആവശ്യമായ ചർച്ചകൾക്ക് പോലും സർക്കാർ തയ്യാറായില്ല എന്നും, അതുകൊണ്ട് തന്നെ ഈ പൊതുപണിമുടക്കിനെ പൂർണ്ണ വിജയമാക്കി മാറ്റാൻ രാജ്യത്തെ എല്ലാ തൊഴിലാളികളും സഹകരിക്കണമെന്ന ആഹ്വാനമാണ് 10 തൊഴിലാളി സംഘടനകളും സംയുക്തമായി നൽകിയിരിക്കുന്നത്. സ്മിത. എസ് ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എസ് വിനേഷ് കുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. വിനേഷ്, ഇതിൽ ഇപ്പോൾ സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, നാളെ സ്വന്തം വാഹനത്തിൽ പുറത്തിറങ്ങാൻ കഴിയുമോ, എന്തായിരിക്കും അവസ്ഥ? ഇതുപോലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. കേരളത്തിൽ ഏത് രീതിയിലാണ് പണിമുടക്ക് ഉണ്ടാവുക? സ്മിത, നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പണിമുടക്കുകൾ ഫലത്തിൽ ഹർത്താലായി മാറും, അല്ലെങ്കിൽ ബന്ദായി മാറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പൂർണ്ണമായും കേരളം സ്തംഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവരെ തടയില്ല എന്നൊക്കെ സമരക്കാർ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലുള്ളത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, വാഹനങ്ങളുമായി ഇറങ്ങുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആശുപത്രിയിലേക്കും മറ്റും പോകുന്ന ഓട്ടോറിക്ഷകളും മറ്റും ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ പരമാവധി തടയാൻ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് അർദ്ധരാത്രി മുതൽ നാളെ അർദ്ധരാത്രി വരെ 24 മണിക്കൂറാണ് പണിമുടക്കിന്റെ സമയം. ഈ സമയത്ത് എല്ലാവിധ തൊഴിലാളി സംഘടനകളും ഇതിന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് ഇതിന്റെ CITU അഖിലേന്ത്യാ സെക്രട്ടറിയായ എളമരം കരീം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇതിനകത്ത് BJP അനുകൂല സംഘടനകൾ മാത്രമാണ് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. എങ്കിൽ പോലും ഭാരതീയ മസ്ദൂർ സംഘം, BMS ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ഇതിൽ അനുഭാവം
അഭാവമുണ്ട് എന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ വ്യോമയാന മേഖലയിലുള്ളവർ, പ്രതിരോധ മേഖലയിൽ, ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള ജീവനക്കാരും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക സാമ്പത്തിക മേഖലകൾ ഒന്നും തന്നെ പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ്. സാധാരണ നമുക്കറിയാം പ്രത്യേക സാമ്പത്തിക മേഖലകളെല്ലാം ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട്. IT മേഖലകളാണെങ്കിലും ഇതിൽ നിന്നൊക്കെ പലപ്പോഴും ഹർത്താലിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും അവിടെ ജോലി തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ പണിമുടക്കിൽ അവരുടെ എല്ലാം തന്നെ സഹകരണം പരമാവധി ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പൂർണ്ണമായും കേരളം സ്തംഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.